പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ഇന്ന് മഹേശ്വരന്റെ താണ്ഡവ സ്വരൂപവും മഹാത്രിപുരസുന്ദരീ ദേവിയുടെയും ചേർന്നുള്ള വരികളാണ്. മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. നമ്മൾ മഹാ എന്ന് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മഹത്വമുള്ളത് എന്ന് പറയുന്നു. എന്നാൽ ആ മഹാ എന്നുള്ളതിൻ്റെ ഒരു ആഴമുള്ള അർത്ഥം വ്യാപ്തിയും ഇവിടെ ഈ വരികളിൽ കിട്ടും. മഹേശ്വരൻ, ഈശ്വരൻ എന്നാൽ തന്നെ ഭഗവാൻ മഹാദേവനെ തന്നെയാണ് പറയുന്നത് എപ്പോഴും, ഈശ്വരൻ. എന്നാൽ മഹേശ്വരൻ എന്നുള്ളത് എന്താണ്? നമുക്കറിയാം, അളക്കാനാകാത്ത ശക്തികളുള്ളതാണ്, വ്യാപ്തവും ആഴവും അർത്ഥതലങ്ങളുമുള്ള ആളാണ് മഹേ എന്ന് വിളിക്കുന്നത്. എന്നാൽ മഹാകൽപ്പത്തെ ആരാണോ താണ്ഡവമാടുന്നത്, കൽപ്പം എന്നാൽ ബ്രഹ്മദേവന്റെ 100 വർഷമാണ് ഒരു കൽപ്പം. ഭഗവാൻ നാരായണന്റെ ഒരു ശ്വാസമാണ് ഒരു കൽപ്പം. അങ്ങനെയുള്ള മഹാകൽപ്പത്തെ തന്റെ താണ്ഡവത്താൽ ആരാണോ മഹത്തരമാക്കുന്നത് അത് മഹേശ്വരൻ. അതിനാൽ അത് മഹാകൽപ്പവുമായി മാറുന്നു. അപ്പോൾ മഹാകൽപ്പമാണ്. കൽപ്പത്തിന് പല സാധ്യതകളും പറയുന്നുണ്ട്. അതിൽ ആദ്യം എന്നുള്ള അവസ്ഥയുമില്ല, മധ്യം എന്നുള്ള അവസ്ഥയുമില്ല, അന്ത്യം എന്നുള്ളൊരവസ്ഥയുമില്ല. അതാണ് മഹാകൽപ്പം. നമ്മൾ പറയാണ് ഇത് തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കണക്കാണ്. ഇവിടെ ഭഗവാന്റെ, ഈശ്വരന്റെ കണക്കാണ്. ആ കണക്കിന് നമ്മൾ ഒരു അർത്ഥം കുറിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും അതാവണമെന്നില്ല അർത്ഥം. അപ്പോൾ ഇവിടെ മഹാകൽപ്പത്തിന്റെ സാക്ഷിണി ആരാണ്? ദേവിയാണ്, ശക്തി. അതിനാൽ നമ്മളും ആ ശക്തി സാക്ഷിയായതിനാൽ നമുക്ക് ഉറപ്പുണ്ട് ഇത് സത്യമാണ്. അമ്മ കളവ് പറയില്ല, അമ്മ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഈ പ്രപഞ്ചമുണ്ടായി, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു, ഈ പ്രപഞ്ചം ഒരു ദിവസം മഹാപ്രളയം സംഭവിക്കാൻ പോകുന്നു. ഈ പ്രളയത്തിന് കഴിഞ്ഞാൽ വീണ്ടും ഒരു മഹാകൽപ്പം ഉണ്ടാകും എന്നുള്ളതിന് സാക്ഷി ഞാനാണ് എന്ന് ആരാണ് നിൽക്കുന്നത്? മഹാത്രിപുരസുന്ദരി. ഇവിടെ അമ്മ ദേവി സാക്ഷിയാവുന്നതിനാൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഇത് കളവല്ല. ഈ പ്രപഞ്ചം എന്നുള്ളത് സത്യമാണ്, ബ്രഹ്മം എന്നുള്ളത് സത്യമാണ്. അമ്മയാണ് സാക്ഷി നിൽക്കുന്നത്. അതാണ് മഹാതാണ്ഡവ സാക്ഷിണി. താണ്ഡവം എന്നാൽ ആനന്ദ താണ്ഡവമുണ്ട്, രുദ്ര താണ്ഡവമുണ്ട്, കാളി താണ്ഡവമുണ്ട്. എന്നാൽ ഇവിടെ താണ്ഡവം എന്നുദ്ദേശിക്കുന്നത് ത്രിപുര താണ്ഡവത്തെയാണ്. ത്രിപുരാസുരനെ വധിച്ച കാമേശനായി മാറിയ, രാജരാജേശ്വരനായി മാറിയ മഹാദേവന്റെ താണ്ഡവമാണ് ത്രിപുര താണ്ഡവം. കാരണം എന്താണ്? ആ താണ്ഡവത്തിൽ മഹാകാമേശ മഹിഷി, മഹാദേവന്റെ കാമേശ രൂപത്തെ, അതായത് കാമങ്ങളുടെ എല്ലാം ഈശനായ കാമേശന്റെ മഹിഷി എന്നാൽ രാജ്ഞിപദമാണ്. അപ്പോൾ രാജ്ഞിപദം ഏത് വിധത്തിലും എടുക്കാം. കാമേശ്വരന്റെ രാജ്ഞിപദമാരാണ്? കാമേശ്വരി. അപ്പോൾ കാമദേവനെ ചുട്ടരിച്ച, കാമങ്ങളെല്ലാം ഉള്ളിൽ സ്വയമേ അടങ്ങിയ മഹാദേവന്റെ രാജരൂപത്തെയാണ് ഇവിടെ പറയുന്നത്. അതിനാൽ ത്രിപുര താണ്ഡവമാടുമ്പോൾ രാജകോലത്തിലാണ് ആടുന്നത്. ഒരു ഭിക്ഷുവിന്റെ, അവധൂതന്റെ, ഒരു ഭൈരവ രൂപത്തിലല്ല. ഇവിടെ രാജകോലത്തിലാണ്, രാജസ്വരൂപത്തിൽ താണ്ഡവമാടുകയാണ്. അപ്പോൾ അതിന്റെ സാക്ഷിണി ആരാണ്? മഹാത്രിപുരസുന്ദരി, രാജ്ഞിയായ കാമേശ്വരിയായ മഹാത്രിപുരസുന്ദരി. ത്രിപുരങ്ങൾ, അതാണ് വീണ്ടും പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം, ഇച്ഛാജ്ഞാന ക്രിയ, ഈ 3 നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ത്രിപുരങ്ങളെ, നമ്മളുടെ ഉള്ളിലെ ത്രിപുരാന്തകനായി കാമേശനായി മാറിയ അരാജസ്വരൂപനായി താണ്ഡവമാടുന്ന മഹാദേവന്റെ മഹിഷിയായ മഹാത്രിപുര സുന്ദരി. ഇവിടെ സുന്ദരി എന്നുള്ളത് വീണ്ടും പറയണം, അങ്കലാവണ്യത്തിന്റെ സൗന്ദര്യത്തിലാണോ എന്ന് സംശയിക്കും നമ്മൾ. എന്നാൽ അങ്ങനെയല്ല എന്ന് ഉറപ്പിക്കാനാണ് വീണ്ടും പറയുന്നത്, സാക്ഷിയായതിനാൽ സുന്ദരി.
അമ്മ സാക്ഷിണിയായെന്ന്. സത്യം പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ, പ്രപഞ്ചത്തിന്റെ സത്യം, ഈ ശക്തി. ആ സാക്ഷിയായതിനാൽ സുന്ദരിയായി മാറി. അംഗലാവണ്യത്തിൽ അല്ല സൗന്ദര്യം. സാക്ഷിണിയായി മാറി അമ്മ നിൽക്കുകയാണ്. ആ സാക്ഷിണിയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ പറയുന്നത് മഹാത്രിപുര സുന്ദരി, സത്യമാണ് എന്ന് പറയുന്നത് ഈ ലോകം. എന്നാൽ ലോകത്തിൽ അടങ്ങിയ കാമങ്ങളെ നിങ്ങൾ അടക്കുകയും വേണം എന്ന് പറയുന്നതിനാൽ സുന്ദരി. ഇപ്പോൾ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.